ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് നാം ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ്. നമ്മൾ അതിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. ഈ പ്രദേശം മുഴുവൻ ഈശോ ഒത്തിരിയേറെ സമയം ചെലവഴിച്ച സ്ഥലങ്ങളാണ്. ഈ കാണുന്ന ദേവാലയം, നമ്മൾ ഇതിന് ശേഷം ഇതിനുള്ളിലേക്ക് പോകും. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. നമ്മൾ അതിന് മുമ്പ് അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണുകയാണ്. ഇത് ഗലീലി കടൽക്കരയിലാണ്. ഈശോ അനേകരെ പഠിപ്പിച്ച, ഈശോയുടെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗലീലി കടലിൻ്റെ കരയിലാണ് ഇപ്പോൾ നമ്മൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കയറിപ്പോയ അതേ പടികളാണ് ഇപ്പോൾ നാം കാണുന്നത്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ അതേ, ഒരു മാറ്റവും വരാത്ത അതേ പടികളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ ഇരുന്ന് ഈശോ ശിഷ്യന്മാരെയും മറ്റനേകരെയും പഠിപ്പിക്കുകയും തൻ്റെ അടുത്തേക്ക് വന്ന അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈശോയുടെ വിശുദ്ധമായ കാൽപ്പാടുകൾ പതിഞ്ഞ പടികളാണെന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ കാണുന്നത് ഗലീലി കടലാണ്. ഇവിടെയാണ് ഒരു രാത്രി മുഴുവൻ ശിഷ്യന്മാർ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ഈശോ ഈ കരയിൽ നിന്നുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, വലതുവശത്തേക്ക് മാറ്റി വലയിടുക. അത് ഈ കരയിൽ നിന്ന് 200 മുഴം ദൂരത്തിൽ. അവർക്ക് വളരെയധികം മത്സ്യം കിട്ടി. 153 വലിയ മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചു. അത് അവരുടെ വല കീറിത്തുടങ്ങി എന്ന് നാം കാണുന്നു. അതെല്ലാം സംഭവിച്ചത് ഇവിടെയാണ്. എന്നിട്ട് അവർ കരയിലേക്ക് വന്നപ്പോൾ അവിടെ ഈശോ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ആ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വളരെ പരിശുദ്ധമായ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണിത് സംഭവിച്ചത്. അപ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ കാണുന്ന സ്ഥലം, അവിടെ ഒരു അൾത്താര നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു വിളക്ക് കൊളുത്തി വച്ചിട്ടുണ്ട്. ആ കാണുന്ന പാറമേലാണ് ഈശോ ഇരുന്നതും തീ കൂട്ടിയതും മീൻ വച്ചതും അപ്പം വച്ചതുമെല്ലാം. അവിടെ ഇരുന്നാണ് ഈശോ പ്രാതൽ കഴിച്ചത് ശിഷ്യന്മാരോടൊത്ത്. അപ്പോൾ ഈ പ്രാതൽ കഴിച്ചതിന് ശേഷം പത്രോസിനോട് ഈശോ ചോദിച്ചു 3 പ്രാവശ്യം, പത്രോസേ, മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യവും പത്രോസ് മറുപടി പറഞ്ഞു, ഉപകർത്താവേ, മറ്റാരേക്കാളും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യവും ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പ്രിയപ്പെട്ടവരെ, പത്രോസിന് തൻ്റെ സഭയെ നയിക്കാനുള്ള അധികാരം, നിയോഗം ദൈവം നൽകിയത് ഈ പുണ്യസ്ഥലത്ത് വെച്ചാണ്. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ സ്ഥലത്ത് നിൽക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ഈശോ ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ മറ്റെന്തിനേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ? നമുക്കും പറയാൻ കഴിയണം, ഉപകർത്താവേ, മറ്റെന്തിനേക്കാളും ഉപരിയായി, എല്ലാവരേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.